പാലക്കാട് കഞ്ചിക്കോട് വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി 15 ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടു. ലോട്ടറി അടിച്ചെന്ന് തെറ്റിദ്ധരിച്ച് പണം കൈക്കലാക്കാൻ ബന്ധുവിന്റെ തിരക്കഥയിൽ നടത്തിയ കിഡ്നാപ്പിംഗ്. മെയ് 28-നായിരുന്നു 5-അംഗ സംഘം കാറിലെത്തി ബിനുവിനെ തട്ടിക്കൊണ്ടുപോയത്. അക്രമി സംഘത്തിൽ നിന്ന് ബിനു രക്ഷപ്പെട്ടത് സാഹസികമായാണ്. കേസിൽ ഒരാൾ പിടിയിലായിട്ടുണ്ട്. കിണാശ്ശേരി സ്വദേശി രവീന്ദ്രനാണ് ഹേമാംബിക നഗർ പോലീസിന്റെ പിടിയിലായത്. സ്വന്തമായി ലോറി സർവീസുള്ള ആളാണ് ബിനു. കഴിഞ്ഞ 28-നാണ് ബിനുവിനെ കാറിലെത്തിയ അക്രമി സംഘം തട്ടിക്കൊണ്ടുപോകുന്നത്. അതിന് നേതൃത്വം നൽകിയത് അടുത്ത ബന്ധുവും. വണ്ടിയുടെ RC പണയം വെച്ച് 3 ലക്ഷം രൂപ നൽകുന്ന രവീന്ദ്രൻ എന്നയാളെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞാണ് ബന്ധുവായ യുവാവ് ബിനുവിനെ കൂട്ടിക്കൊണ്ടുപോയത്. രവീന്ദ്രന്റെ അടുത്തെത്തിച്ചതും മറ്റൊരു ബന്ധുവടങ്ങുന്ന സംഘം ബിനുവിനെ മർദ്ദിച്ച് തട്ടിക്കൊണ്ടുപോയി. നല്ലേപ്പള്ളി, ചാവടി, പഴനി അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു. NSS കോളേജിൻ്റെ അപ്പുറത്ത് വണ്ടി ഇവരുടെ കാറ് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ പുറം നിർത്തിയപ്പോൾ ഈ കാറിക്ക് ഇറങ്ങി പറഞ്ഞു. ഇറങ്ങി വന്ന് ആ കാറിന് ഒപ്പിട്ട് വന്ന് 4 ചെക്ക് ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു. ഈ RC ബുക്കും കൈ കൊടുത്തു. 10 മിനിറ്റിൽ പൈസ കയറുമ്പോട്ട് മൂപ്പര് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വന്നിട്ട് എന്നെ തലയിൽ പിടിച്ച് തള്ളി കാറിൻ്റെ ഉള്ളിലാക്കി. എന്നെ ആദ്യം ഒരു കുളത്തിൽ കൊണ്ടുപോയി അവിടെ കൊണ്ട് കെട്ടിത്താത്തും. അധികം തല്ലി അവസാനമാക്കിയിട്ട് വീണ്ടും ഒരു പന്നിപ്പാമ്പിൽ കൊണ്ടുപോയി. അവിടെയും പോയിട്ട് നേരെ വെളുക്കുമ്പോൾ തല്ലായിരുന്നു. ബിനുവിന് ലോട്ടറി അടിച്ചിരുന്നതായി അക്രമി സംഘം വിശ്വസിച്ചിരുന്നു. ഈ പണം ചോദിച്ചാണ് മർദ്ദനം തുടങ്ങിയത്. ബിനുവിന്റെ പേരിലുള്ള ലോറികൾ എഴുതി നിൽക്കണം, 15 ലക്ഷം രൂപ 10 മിനിറ്റിനുള്ളിൽ സംഘടിപ്പിച്ചു തരണം. അങ്ങനെ പല കാര്യങ്ങളും ബിനുവിനോട് ആവശ്യപ്പെട്ടു. 2 ദിവസവും മർദ്ദനം തുടർന്നു. ഇതിനിടെ ഇന്നലെ അക്രമി സംഘത്തിലുള്ളവർ സിഗരറ്റ് വലിക്കാൻ മാറി നിന്നപ്പോൾ ജനാലയ്ക്ക് സമീപത്തെ ദ്വാരത്തിലൂടെ ബിനു രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടെ പോലീസിന് വിവരമറിയിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് കിണാശ്ശേരി സ്വദേശി രവീന്ദ്രൻ ഹേമാംബിക നഗർ പോലീസിന്റെ പിടിയിലാണ്. ഇവര് തമ്മിൽ നേരത്തെ എന്തോ സാമ്പത്തിക ഇടപാടുകളൊക്കെ ഉണ്ടായിരുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അത് എന്താണെന്നുള്ളത് അന്വേഷണത്തിൽ അറിയാൻ സാധിക്കും. പ്രതി കിരൺ നേരത്തെ ഒരു തോക്കുമായി വന്ന് ഭീഷണിപ്പെടുത്തിയ കേസിലൊക്കെ മലമ്പുഴ സ്റ്റേഷനിലൊരു കേസൊക്കെ ഉള്ളതാണ്. മറ്റ് പലരും ചെറിയ ചെറിയ കേസുകളിലൊക്കെ പെട്ടിട്ടുള്ള ആൾക്കാരാണ്. അക്രമി സംഘത്തിലെ മറ്റുള്ളവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാണ്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.